Community Radio Bensigar in association with Media for Community Foundation presents Sainik Vani, a program for the people who defend our borders and the country. Concept and designed by Dr. R. Sridhar, produced by Radio Bensigar, presented by Bonnie J. Basil. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഇന്നൊരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ്. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമാണ്. അത് പ്രമാണിച്ചുള്ളൊരു പ്രത്യേക ഇൻ്റർവ്യൂ ആണ്. യുദ്ധങ്ങൾ എപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അത് വിജയ ദിവസം കൂടിയാണ്. ശത്രുവിനെ തോൽപ്പിച്ച വിജയ ദിവസം കൂടിയാണ്. സൈനികർ ഒട്ടേറെ പേർ ജീവൻ നൽകി നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ വിജയ ദിവസം. അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അത്തരം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒട്ടേറെ സൈനികർ അവരുടെ ജീവൻ ബലിയർപ്പിക്കാറുണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അതിർത്തിയിൽ കാലാവസ്ഥയും ഒക്കെ മറന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട്, ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ട്. അത്തരം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം ദിവസങ്ങൾ. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് റിട്ടയർഡ് ക്യാപ്റ്റൻ CS നായരാണ്. അദ്ദേഹം കാർഗിലിനെ കുറിച്ചൊക്കെ നമ്മളോട് പറയും, ആ ഓർമ്മ ദിവസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാം. സർ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഈ യുദ്ധങ്ങൾ അല്ലേ നമുക്ക് വേണ്ട എന്ന് വെച്ചാലും ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും യുദ്ധങ്ങളുണ്ട്. മനുഷ്യൻ പ്രകൃതിയായിട്ടും എല്ലാം യുദ്ധങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ തമ്മിലും എല്ലാം പ്രാചീന കാലം മുതലുണ്ട്. ഒരു സൈനികൻ എന്നുള്ള നിലയിൽ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ഇതിനെ ആദ്യം സംസാരിക്കാം. എന്താണ് സാറിന്റെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സാറിന്റെ ഒരു മനസ്സിലോട്ട് ഓടി വരുന്നത്? യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്നത്, യുദ്ധം ഒരിക്കലും മാനവരാശിക്ക് നല്ലതല്ല, ഒരിക്കലും. ഉദാഹരണം, ഇപ്പൊ നമുക്ക് ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധക്കെടുതികളുടെ ആ രൂക്ഷ ഭാവം അത് കാണാൻ സാധിക്കുന്നുണ്ട്. യുക്രൈൻ, റഷ്യ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വളരെ മോശമായ രീതിയിൽ കുഞ്ഞുങ്ങള് നാശനഷ്ടങ്ങള്, വളരെ കഷ്ടം ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു തീവ്രമായ യുദ്ധമൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഒരു ബോംബിട്ട് നശിപ്പിക്കുന്ന രീതിയിലൊന്നും നടന്നിട്ടില്ല. നമ്മൾ നേർക്ക് നേരെയുള്ള യുദ്ധങ്ങളും അങ്ങനെ അല്ലെങ്കിൽ ഒളി യുദ്ധങ്ങളും ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളാണ് കൂടുതലും നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടുതലും പാകിസ്ഥാന്റെ ഇൻഫിൽട്രേഷൻ, അവരുടെ ബാറ്റ് ആക്ഷൻ ടീമിന്റെ അതിർത്തി കടന്നുള്ള കാശ്മീരിനെ പൊയ്മുഖം, അതായത് കാശ്മീരിനെ പുറകിൽ നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഒളിയമ്പുകൾ, അങ്ങനെയുള്ള യുദ്ധങ്ങളെ കൂടുതലും ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഉഗ്രവാദികളകത്ത് കയറി ബന്ദികളാക്കുന്നതും, ഈ പാർലമെന്റ് ആക്രമണങ്ങളും, അല്ലെങ്കിൽ മറ്റേ ബോംബെയിലെ നമ്മൾ ആകപ്പാടെ കണ്ടതൊരു ഭയാനകമായ ബോംബെയിലെ ആ ഒരു താജ് ഹോട്ടലിലുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഇച്ചിരി ഭീകരമായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ സിവിലിയൻസിനെ സംബന്ധിച്ച് അവരൊന്നും നേർക്കാഴ്ചയിലേക്ക് വരുന്നില്ല ഈ പട്ടാളക്കാരുടെ ദുരിതങ്ങളെ പറ്റി. അപ്പം ഈ പട്ടാളക്കാർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ബോംബ് വെച്ച് അല്ലെങ്കിൽ കുഴി ബോംബ് വെച്ച് മൈൻസ് വെച്ച് തകർക്കുക, ഇത്തരം പരിപാടികളാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇപ്പം ഈ അതിർത്തി ഭാഗങ്ങളിലുള്ളവർക്കേ അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളക്കാരന് അതിന്റെ വേദന ഇങ്ങേയറ്റം കിടക്കുന്നതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ അറിയുന്നവര് കൂടുതലും പഞ്ചാബ്, പിന്നെ കാശ്മീർ, അരുണാചൽ, രാജസ്ഥാനും കുറച്ച് അത്ര കെടുതികളില്ല. അവർക്ക് അത്ര ഇതിനെപ്പറ്റി അത്ര ഇതില്ല. അത് അവരറിഞ്ഞത് പണ്ട് കാലത്താണ്. രാജാ ജയചന്ദ് ഇങ്ങനെയുള്ള അവരുടെ സമയത്ത് അവര് അനുഭവിച്ചതാണ്. അത് കഴിഞ്ഞ് അവരും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരും ഇപ്പൊ കണ്ടത് അവര് അറിഞ്ഞത് ഈ OP വിജയ് 1999 OP വിജയ് സമയത്താണ് അവർ പിന്നെയും കുറച്ച് അനുഭവിച്ചത്. എങ്ങനെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ലൈറ്റ്, കറണ്ട് മൊത്തം ഓഫായിരുന്നു പല സ്ഥലങ്ങളിലും. അപ്പൊ ഞാനപ്പോ നേരിട്ട് ഈ ഗുജറാത്തിൽ നിന്നും നേരിട്ട് വണ്ടിയിൽ വലിയ വലിയ ഹെവി മെഷീനുമായിട്ട് രാജസ്ഥാനിലേക്ക് ഈ 1999 മെയ്യില് യാത്ര തിരിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ സിവിലിയൻ നമ്മളെ
വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി നമുക്ക് സിന്ദൂരം അണിയിക്കുകയും നമ്മളോട് പറയുകയൊക്കെ ചെയ്യും, വിഷമിക്കണ്ട, आप आराम से जाके आ जाएगा, जीतेगा, नहीं तो नहीं होगा, युद्ध नहीं होगा, चिंता मत करो, बीवी बच्चा आपका आपके लिए है, कुछ नहीं होगा, चिंता मत करो. ऐसा हमको മോട്ടിവേറ്റ് करता था. അപ്പോൾ യുദ്ധം പറഞ്ഞു വന്നത് എപ്പോഴായാലും ഒരു ഭയാനകമായ അവസ്ഥയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, യുദ്ധം വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ അശോകന്റെ ഇന്ത്യയെ പോലെ വീണ്ടും നമ്മൾ ഇന്ത്യയുടെ നാലാ സൈഡുകളിൽ നിന്നും ഇന്ത്യയുടെ ഈ മധുമക്കി തേനുള്ള പൂവിലേക്ക് ആകർഷിക്കുന്ന മാതിരി ഈ എല്ലാവിധ സൗഭാഗ്യങ്ങളും കാർഷിക വിളകളും ഉള്ള ഇന്ത്യയിലേക്ക് വീണ്ടും ഇങ്ങനെ ചേക്കാൻ. അപ്പം ഇന്ത്യ എപ്പോഴും ഒരു വേണ്ടുന്ന സ്ഥലത്ത് രൗദ്രഭാവത്തോടെ നിൽക്കേണ്ടെന്ന് അത്യാവശ്യമാണ്. അതായത് സമാധാനം വരണമെങ്കിൽ യുദ്ധം ആവശ്യമാണ്, അനിവാര്യമാണ്. സമാധാനം വരണമെങ്കിൽ യുദ്ധം ആവശ്യമാണെന്ന് നമ്മുടെ ഭാരതത്തിനില്ല. പക്ഷെ നമ്മളെയും കൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതാണ്. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കാർഗിൽ സ്മരണകൾ, കാർഗിൽ യുദ്ധത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സാറിന്റെ മനസ്സിലോട്ട് വരുന്ന ചിന്തകൾ എന്താണ്? അതായത് ഈ കാർഗിൽ സമയത്ത് ഞങ്ങളുടെ യൂണിറ്റ് ഞങ്ങള് രാജസ്ഥാൻ ഏരിയയിലായിരുന്നു, ഫോർവേഡിലായിരുന്നു, LOC, അതായത് ഏറ്റവും മുന്നിലായിരുന്നു. ഫ്രണ്ടിയർ ഫോഴ്സ് ആയിട്ട് അവിടെ ഫ്രണ്ടിലായിരുന്നു. ഞാൻ കോർ ഓഫ് എഞ്ചിനീയർ ആണ്. അപ്പൊ എഞ്ചിനീയർ കം ഇൻഫൻട്രി എന്നാണ്. ഞങ്ങൾ ഇൻഫൻട്രിയുടെയും എഞ്ചിനീയറുടെയും റോളും ചെയ്യണം. കൂടാതെ ഞങ്ങള് മറ്റുള്ള എല്ലാ ആർമിയുടെ യൂണിറ്റുകളുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. അപ്പം ഒരുപാട് ഹാർഡ് കോറാണ് ഈ കോർ ഓഫ് എഞ്ചിനീയർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അവർ ഫിറ്റായിരിക്കണം. അപ്പം അതിന് എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങള് രാജസ്ഥാൻ ഏരിയയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കാർഗിലിൽ നടന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പം ഞാനും അത് കഴിഞ്ഞിട്ട് അതുവഴി പിന്നെ കാർഗില്, അതായത് നമ്മുടെ ജോജില പാസ് എന്ന് പറയും, അതുവഴി സോണാഗഞ്ച് ജോജില പാസ് വഴി ലേയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ലഡാക്കില് ഞാൻ സിയാച്ചിൻ ഗ്ലേസിയറിലുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ ടഫായിട്ടുള്ള ഒരു സർവീസാണ്. അപ്പം അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടതുമാണ്. ആ സമയത്ത് നമുക്ക് അറിയുകയും ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും അവര് ഈ പിന്നെ കാർഗിലില് പിന്നെ പോസ്റ്റില് നുഴഞ്ഞു കയറി ഒരു 10-12 പേര് അവിടെ ഇരിക്കുകയും അതായത് ഈ തണുപ്പ് സമയത്ത്, അതികഠിനമായ ശൈത്യ സമയത്ത് പട്ടാളം ഒരുപക്ഷെ അവർക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് കുറച്ചൊന്ന് ബാക്ക് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അവര് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യും. ഈ നമുക്കിപ്പോൾ അവിടോട്ട് പോകാൻ പറ്റത്തില്ല. ഐസ് മൂടി കിടക്കുന്നിടത്തോട്ട് നമുക്ക് മിഷനറി പോലും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സിയാച്ചിൻ ഗ്ലേസറിനെ പോലുള്ള ഒരു സെറ്റപ്പ് അവിടെ വേണം. ഇപ്പൊ അതായി കഴിഞ്ഞു. ഈ ഒരു യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രഖ്യാപിത യുദ്ധമല്ലായിരുന്നു. ഞങ്ങളൊന്നും പങ്കില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതായത് ഈ സിയാച്ചിൻ ഗ്ലേസർ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളെല്ലാം ഒരു പിന്നെ യുദ്ധമുറകൾക്ക് ഏറ്റവും അധികം പിൻബലം നൽകുന്ന ഏരിയകളാണ്. ഇതിനകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ അവര് കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ കയറി പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കാതെ പോയതാണ്. അങ്ങനെ നടക്കാതെ പോയപ്പോഴാണ് അവര് ഈ പിന്നെ ഇവർക്ക് ഇവിടെ കയറാനുള്ള, സിയാച്ചിൻ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഈ എക്വിപ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് പല കമ്പനികളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടൊക്കെ ഇവര് ആലോചിക്കുമ്പോഴാണ് അത് ഇന്ത്യയിൽ അവരുടെ മെസ്സേജുകൾ ഇവിടെയും കൂടെ എത്തുന്നുണ്ട്, ഇങ്ങനൊക്കെ ചലനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. പിന്നെ അത് ഹെലികോപ്റ്റർ വരുന്നു, ആർമി വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ഫയർ ആവുന്നു. പക്ഷെ എന്നിട്ടും അവര് ഹെലികോപ്റ്ററിൽ നിന്നും ഫയർ ചെയ്യുന്നില്ല. കാര്യം അവര് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയാണ്. ഇത് ആരുടെ ഫൗജാണെന്ന് മറ്റുള്ളവർ അറിയരുത്, പാകിസ്ഥാന്റെ ആണെന്ന് മറ്റുള്ളവർ അറിയരുത്, ഇന്ത്യൻ ആർമി അറിയരുത്, ആരും അറിയരുത്. ഇപ്പൊ പല യൂണിറ്റുകളാണല്ലോ പലയിടത്തും ഇത് ചെയ്യുന്നത്. പട്ടാളക്കാരനെ സംബന്ധിച്ച്, ഒരു ശിപായിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ താഴെ നിലയിലൊരു ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സമയത്ത് ചില പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ മറ്റേ വല്ലവരും റോന്ത് അല്ലെങ്കിൽ പിന്നെ അവരുടെ
ഇത് ചെയ്യുകയായിരിക്കും എന്ന് വല്ലതും കരുതാം. അപ്പോൾ അങ്ങനെ അതൊന്നും അവർ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഹെലികോപ്റ്ററിലൊന്നും ഫയർ ചെയ്തില്ലെന്നാണ് പറയുന്നത്. അതിനേക്കാളും ദുരിതം അനുഭവിച്ച് ഈ മെയ് ജൂൺ സമയത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റാണ്, ചൂടാണ്. പക്ഷേ ആ സമയത്ത് ട്രെഞ്ച് കുഴിച്ച് അതിനകത്ത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 7 മാസം വരെയാണ് അവിടെ ഡ്യൂട്ടി ചെയ്തത്, മെയ് മുതൽ ഡിസംബർ വരെ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ട്രെഞ്ചിനകത്ത് പാമ്പുണ്ട്, മണൽപ്പാമ്പുകളുണ്ട്, തേളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതികഠിനമായ 50 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ്. കഴിക്കാൻ ഞങ്ങൾക്ക് ചക്കരപ്പാറ എന്ന് പറയും, ഗോതമ്പിൽ ഉണ്ടാക്കിയ വറുത്തെടുത്ത ഞങ്ങളുടെ അന്ന് ഇപ്പോഴത്തെ ഈ പോക്കറ്റുകളാണ് എല്ലാം നിറയ്ക്കും. പിന്നെ ഞങ്ങളുടെ ചോട്ടാ ബാഗ്, വിട ബാഗ് ഇതിലൊക്കെ നിറച്ച്, പിന്നെ ഒരു ബോട്ടിൽ വെള്ളമാണ് കിട്ടുന്ന വാട്ടർ ബോട്ടിൽ നിറച്ച്, ഒരു വാട്ടർ ബോട്ടിൽ. ആ വെള്ളം കൊണ്ട് ഒരു ദിവസം കഴിയണം, 1.5 ലിറ്റർ. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞോണം. അതായത് കുളിക്കാനായാലും പ്രാഥമിക കർമ്മങ്ങൾക്കായാലും കുടിക്കാനായാലും എന്തിനായാലും കഴിഞ്ഞോണം. അപ്പൊ അങ്ങനെ ആ ട്രെഞ്ചുകൾ കുഴിച്ച് അതിനകത്ത് കുത്തിയിരിക്കും. എന്നിട്ട് ഇതിനെ സംബന്ധമായിട്ട് പിന്നെ ക്രാവൽ ചെയ്യാനുള്ള ക്രാവലിംഗ് ട്രെഞ്ചുകളും ഉണ്ടാക്കണം. ക്രാവൽ ചെയ്തേ പോകാൻ പറ്റും. ഇഴുന്ന് വെച്ച് നിൽക്കാൻ പാടില്ല. ആഹാരമൊന്നും ഉണ്ടാക്കരുത്, പറ്റത്തില്ല. പുക വരും. പുക വന്നു കഴിഞ്ഞാൽ ശത്രു എവിടാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇഴഞ്ഞേ പോകാൻ പറ്റത്തും. രാജസ്ഥാനിൽ ഏകദേശം എന്റെ സർവീസ് 9 വർഷമുണ്ട്. ഏകദേശം 9 വർഷമുണ്ട്. അപ്പൊ ആ 9 വർഷം സർവീസ് എന്ന് പറയുന്നത് രാജസ്ഥാന്റെ പല മിക്ക ഭാഗങ്ങളിലും ഉണ്ട്. രാംഗഡ്, ആസുത്ര, ഇതൊക്കെ പാകിസ്ഥാനിലേക്കുള്ള വഴി, പഴയ വഴികള്, റോഡുകൾ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ രാംഗഡ്, ആസുത്ര ഭാഗങ്ങളിലൊന്നും മനുഷ്യവാസമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ മണൽ കുഴിച്ച് ഇരിക്കുന്നത്. പക്ഷെ അത് പുറത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ കഷ്ടപ്പാട് ജവാന്റെ അറിയത്തില്ല. പിന്നെ പറയാനുള്ള പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ എല്ലാം നേർക്കാഴ്ച എൻ്റെ ഈ RR സർവീസിൽ ഇതിന്റെ എല്ലാം ഈ RR എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ റൈഫിൾ, അതായത് എൻകൗണ്ടർ ഓപ്പറേഷൻ ആണ് ഈ RR എന്ന് പറഞ്ഞത്. ഇപ്പൊ NSG അല്ലെങ്കിൽ പാരാ കമാൻഡോ ഇതുപോലെ ഇതെന്ന് പറയുമ്പോൾ അവർ ആ സമയത്ത് ആ ഓപ്പറേഷൻ നമ്മുടെ ഇൻഫർമേഷൻ അനുസരിച്ച് വന്ന് അവർ ചെയ്യുന്നു. പക്ഷേ ഈ RR പട്ടാളത്തിനകത്ത് ഞാൻ 3 വർഷം ഉണ്ടായിരുന്നു. ആ 3 വർഷം നൗഷേര സെക്ടറാണ്. അപ്പോൾ അവിടെ 7 കിലോമീറ്റർ എൻ്റെ ഇൻചാർജ് ആയിരുന്നു. അപ്പോൾ അവിടെ LOCയിൽ അതുകൂടാതെ അതിനു മുമ്പ് എൻകൗണ്ടർ ഓപ്പറേഷൻ ആയിരുന്നു. അതായത് നമ്മുടെ കാശ്മീരിലെ ഈ മിലിറ്റൻസിന്റെ പുറകെ നടന്ന് വീടാന്തരം നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തിട്ട് മിലിറ്റൻ എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തെരഞ്ഞു പിടിച്ച്, ആ വീടുകൾ തെരഞ്ഞു പിടിച്ച് ആ വീട്ടിൽ കയറി നമ്മൾ അതിന് ഇപ്പം ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഡോർ തുറക്കുക എന്നല്ലെങ്കിൽ അവരുടെ പിന്നെ അതിൻ്റെ ഡോർ ഓപ്പണിംഗ് എന്ന് പറയും. ആ ഡോർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു അപകടം എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ഡോർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ ഉള്ള അതിൻ്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കണം. ആ വീട്ടുകാരുമായിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്ത് സന്ധിയിലെത്തണം. അത് കഴിഞ്ഞ് അതേ വീട്ടിൽ തന്നെ നമ്മൾ തങ്ങുകയും വേണം. ആ വീടിനെ കേന്ദ്രീകരിച്ച് നമ്മൾ അവിടെ തങ്ങിക്കൊണ്ടാണ് പിന്നെ നമ്മൾ അടുത്തുള്ള എൻകൗണ്ടറുകൾ ആ പ്രദേശത്ത് ചെയ്യുന്നത്. പിന്നെ ഭയങ്കരമായ കാടുകളായിരിക്കും, വനങ്ങളായിരിക്കും. നമുക്ക് ഒരു തരത്തിലും അവിടെ ചെന്ന് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. അത് വെളിയിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാര്യം കുവാക്കിത്തറ ജംഗിൾ എന്ന് പറയും. കിണർ മാതിരിയുള്ള കുഴികളോട് കൂടിയ ഖനി ജംഗിളുകൾ, കാടുകൾ. ആ കാടുകളിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. അതായത് നമ്മൾ എത്തിപ്പെട്ടാലും അവരവിടെ എന്ത് ചെയ്യും? ഈ ഒളിപ്പോരാളികൾ നമ്മളെ വെടിവെച്ച് താഴെയിടും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതാ ഈ എൻകൗണ്ടറിൽ കാശ്മീരിൽ പട്ടാളക്കാർക്ക് പറ്റുന്ന വലിയൊരു പ്രശ്നം. അപ്പൊ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടോട്ട് വരുന്നത്? ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ LOCയിലോട്ട് വരുന്നത്. അപ്പൊ LOCയിലോട്ട് വരുമ്പോഴേ നമുക്ക് ഉത്തരവാദിത്വം തരികയാണ് വീണ്ടും. നമ്മളിപ്പോ എനിക്കിപ്പോ 7 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ രാത്രി 1 മണിക്ക് ഇറങ്ങിയാൽ തിരിച്ച് രാവിലെ 6 മണിക്കാണ് നമ്മുടെ ആ ഒരു ഹൈഡൌട്ടായിട്ടുള്ള പിന്നെ നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ ഇരുമ്പ് കൊണ്ടുള്ള ഇരുമ്പിന്റെ സ്മെല്ലാണ്. അതിനകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലായിടും അങ്ങനെയുള്ള പോസ്റ്റില്ല, ഓപ്പൺ പോസ്റ്റുകളും ഉണ്ട്, കല്ലുകൊണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക്
കാണാം ഇൻഫിൽട്രേഷൻ എങ്ങനെ ഉണ്ടാകുന്നത്. ഇവരുടെ പരിപാടി ബാറ്റ് ആക്ഷൻ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് പാകിസ്ഥാന്റെ. അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്ത് കാണിച്ചേ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ഞാനൊരു യൂണിറ്റ് ആണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ വരും, അല്ലെങ്കിൽ NSG ആണെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കമാൻഡോസ് ആണെങ്കിൽ അവർക്ക് ചെയ്യണം, എനിക്ക് എൻ്റെ യൂണിറ്റിന്റെ ഏതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ ഈ ബാറ്റ് ആക്ഷൻ ടീമിന്റെ ഉത്തരവാദിത്തം എന്താ? ഇൻഫിൽട്രേഷൻ ആണ്, നുഴഞ്ഞ കയറ്റം. അപ്പൊ അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അവരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, നമ്മുടെ ആർമിയുടെ കൂട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ആർമി അല്ല അവരുടെ എന്ന് പറയുന്നത്. ബാറ്റ് ആക്ഷൻ ടീമിനകത്ത് 2-3 പട്ടാളക്കാർ കാണും, പിന്നെ 2-3 ഉഗ്രവാദികൾ കാണും, പിന്നെ 1-2 സിവിലിയൻ എക്സ് സർവീസ്മാനും അങ്ങനെയുള്ളവരൊക്കെ കാണും. കാര്യം പാകിസ്ഥാന്റെ മൊത്തം അതിർത്തികളിലും താമസിക്കുന്നത് എക്സ് സർവീസ്മാന്മാരാണ്. ആ എക്സ് സർവീസ്മാന്മാർക്കാണ് അവരുടെ ഈ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഭൂമികൾ ഫ്രീ ആയിട്ട് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. കാര്യം അവിടെ എന്ത് മൂവ്മെന്റ് ചെയ്താലും ഈ എക്സ് സർവീസ്മാന്മാർ ഉടനെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, അറിയിക്കണം. ആ ഒരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇൻഫിൽട്രേഷൻ ചെയ്യണം ബാറ്റ് ആക്ഷൻ ടീമിന്. അതിനവർ അതിർത്തിയിലോട്ട് നുഴഞ്ഞു കയറും, നമ്മുടെ പോസ്റ്റിലോട്ട് നുഴഞ്ഞു കയറും. അപ്പൊ അങ്ങനെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതേപോലെ രാത്രി 1 മണി സമയത്ത് ഇങ്ങനെ രാത്രി എണീറ്റ് പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഇനി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സർവൈലൻസ് എക്യുപ്മെന്റുകളുണ്ട് നമുക്ക്, ചിലയിടത്തെല്ലാം കമ്പ്യൂട്ടർമാരി വെച്ചിട്ട് നമുക്ക് കാണാം അതിർത്തിയിലെ മുന്നിൽ എന്താണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോർവേഡ് പോസ്റ്റ് ഉണ്ട് ഇൻഫൻട്രിയുടെ, ഈ LOC ഫെൻസിന് മുന്നിലായിട്ട്. ആ ഫെൻസിന് മുന്നിലായിട്ടുള്ള ഫോർവേഡ് പോസ്റ്റ് അന്ന് ഒരു സിഖ്ലയുടെ ഒരു യൂണിറ്റായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നു, എൻ്റെ നേരെ മുന്നിൽ. അതിന്റെ തൊട്ട് അടുത്ത 2 പോസ്റ്റില് പിന്നെ 2 പോസ്റ്റ് കാലിയാണ് ഫോർവേഡ് പോസ്റ്റ് നമ്മുടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ജവാന്മാരെ തലയറുത്തുകൊണ്ട് പോയതാണ് പാകിസ്ഥാൻ. ഇതിനു മുമ്പിട്ട് ഇങ്ങോട്ട് മാറി, കുറച്ച് ദൂരെ മാറി. അപ്പോ ഈ പോസ്റ്റ് ഞാൻ നടന്നു പോകുമ്പോൾ ഈ പിള്ളേർ ശൂശു സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തുവാ. അപ്പം തമിഴ് ലാംഗ്വേജ് ആണ് ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. തമിഴന്മാരും ഹിന്ദിക്കാരും ഉണ്ടെങ്കിലും തമിഴന്മാരാണ് കൂടുതലും. അപ്പം എന്നെ വിളിച്ച് കാണിച്ചപ്പം ആ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നു. ഫോർവേഡ് പോസ്റ്റിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. വന്യജീവികള് ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ കോക്ക് ചെയ്ത് അത് ചൂണ്ടിക്കൊണ്ടാണ് ഈ രാത്രി 1 മണിക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. AK-47 ബുള്ളറ്റ് പ്രൂഫ് എല്ലാം കൂടെ നല്ല ഭാരമാണ്. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് സമയം സമതലമാണെങ്കിൽ ബാക്കി ഇങ്ങനെ ചെങ്കുത്തായിട്ട് കയറണം. ഭയങ്കരമായ വനമാണ്. എന്നിട്ട് എന്താ, ചെങ്കുത്തായിട്ട് താപ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊച്ചു നദികളാണ്. അതിനകത്തൂടെ കയറി ഇറങ്ങി പോകുമ്പോ ഇതിനിടയ്ക്ക് എന്തുണ്ട്, പുള്ളിപ്പുലികളാണ്. ഭയങ്കര മോശമായ പുള്ളിപ്പുലികളും പെരുമ്പാമ്പുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് ഉണ്ട്, നമ്മൾ പറയും, അതായത് രൂക്ഷമായ പച്ച രക്തത്തിന്റെ സ്മെല്ല് വരും. ഇത് വാ തുറന്ന് ഇങ്ങനെ നാക്ക് വെളിയിലോട്ടിടും, ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോ. അപ്പൊ നമ്മൾ പുലികള്. അപ്പൊ നമ്മൾ അവിടെ നിൽക്കണം. നിന്ന് നമ്മൾ കോക്ക് അതായത് ചെയ്യാതെ നമ്മൾ കോക്ക് ചെയ്തോണ്ടാവണം. ട്രിഗറിൽ കൈ വെച്ചോണ്ട് ചൂട്ടിക്കൊണ്ട് വേണം നിൽക്കാൻ. അത് മരം ഇങ്ങനെ അനങ്ങും. അപ്പൊ അതിനനുസരിച്ച് ആണ് നമ്മള്. അപ്പം ഈ ശത്രുക്കളെയും നമ്മൾ നോക്കണം, ഈ വന്യജീവികളെയും വന്യമൃഗങ്ങളെയും രക്ഷ നേടണം. നമ്മുടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പിള്ളേര് അവര് കറക്റ്റായിട്ട് നോക്കുന്നോ അതും നോക്കണം. ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ടോ അതും നോക്കണം. ഫോർവേഡ് പേഴ്സണൽ എന്താണ് നടക്കുന്നത് അതും നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഡ്യൂട്ടിക്കാരന് മേളിലെ ഒരു പാറപ്പുറത്തിരിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടിക്കാരൻ. അപ്പൊ അവന്റെ താഴെയുള്ള പോസ്റ്റിലെ ഇങ്ങനെ മരം അനങ്ങുന്നു. അപ്പം അത് നമ്മളിപ്പോ അതെല്ലാം ഇവിടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു ശബ്ദം എന്ന് പറയുമ്പോ ഒരു പട്ടാള സിഗ്നൽ അനുസരിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോഴത്തേനെ ഇദ്ദേഹം ഈ പിന്നെ AK-47 താഴെയിട്ടിട്ട് ചാടി എണീക്കുകയാണ്. അപ്പോഴത്തേന് ഞാനാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ വെടിവെക്കുക അറിയുക തന്നെ. അന്ന് അത് കഴിഞ്ഞിട്ട് GOC നമുക്ക് നോർത്തേൺ കമാൻഡിന്റെ GOC നമുക്ക് മെസ്സേജ് തന്നായിരുന്നു, ഇതെന്താണ് അവിടെ നടന്നതെന്ന്. ആ മൂവ്മെന്റിന്റെ പേര് അവരുടെ. അപ്പൊ അവര് സ്മാൾ ആംസ് നമ്മുടെ 6 പേരാണ്. അതുപോലെ അവർ 6 പേർ ചേർന്ന് അവർ മൂവ്മെന്റ് നടത്തുകയാണ്. ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഇരിക്കുന്നു, ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഇരിക്കുന്നു. അപ്പൊ ഓരോ ബുഷസിനെയും ചേർന്ന് ഓരോരുത്തർ ഈ പുല്ലിന്റെ ബുഷസുകളുണ്ട്, അതിനെ ചേർന്ന് അവരിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ അതിനോട് ചേർന്ന് ഒരാള് നിൽക്കുന്നു, ഒരാൾ ആരും കണ്ടാൽ ആൾ നിൽക്കുകയാണെന്ന് തോന്നില്ല. അപ്പം ഒരാൾ എഴുന്നേക്കും,
അടുത്ത ആളിരിക്കും. എന്നിട്ട് ഇരിക്കുന്ന ആൾ അങ്ങോട്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് സ്റ്റെപ്പ് വെക്കും. അടുത്ത ബിഷസിന്റെ അടുത്ത് പോകും. പിന്നെ അവർ എഴുന്നേക്കും. അങ്ങനെ അവർ സ്റ്റെപ്പ് വെച്ചാൽ പോസ്റ്റിലോട്ട് കയറാൻ നോക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് മെസ്സേജ് കൊടുത്തു. അപ്പോൾ അന്നത്തെ ഓർഡർ നമുക്ക് നമ്മുടെ LOCക്ക് ഇപ്പുറത്തേക്ക് നിൽക്കുന്നവർ നമ്മൾ ഫയർ ചെയ്തെന്ന, അതായത് ഫെൻസിന് ഇപ്പുറം നിൽക്കുന്നവർ നമ്മൾ ഫയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആ ഓർഡർ മാറിയെന്നാണ് എൻ്റെ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫയർ ചെയ്യാം. അപ്പോഴേ നമ്മൾ മെസ്സേജ് കൊടുത്തു നമ്മുടെ കമാൻഡിങ് ഓഫീസർക്ക്, അല്ലെങ്കിൽ നമ്മുടെ OCക്ക്, ഓഫീസർ കമാൻഡിങ്, അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു. അദ്ദേഹം ഉടനെ എല്ലാവരും അലർട്ടായി ആ പോസ്റ്റിലേക്ക് പോയി. ഉടനെ ഫോർവേഡ് പോസ്റ്റിലെ മെസ്സേജ് കൊടുത്തു. ഉടനെ ഫയറിംഗ് നടക്കുകയാണ്. ഏത് ആ ഫോർവേഡ് പോസ്റ്റുകാരൻ തന്നെ ഫയർ ചെയ്യുകയാണ്. ഫയർ കൊണ്ടുകൊണ്ട് അവരുടെ കാലിലൊക്കെ ഫയറിംഗ് ഏറ്റിട്ടുണ്ട്. നമ്മൾക്കത് കാണാം, അവർ കാല് പൊക്കിക്കൊണ്ട് ഓടുന്നത് ഒരു കാലിലൊക്കെ. അങ്ങനെ ഓടി അവരെ ഫോർവേഡ് പോസ്റ്റിന് മുന്നിലുള്ള ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നുണ്ട്. കാര്യം ഇവിടുന്ന് നമ്മുടെ ടീം അവിടെ എത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഈ അതിർത്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരുപാട് മൂവ്മെന്റുകൾ ചെയ്യും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ആൾക്കാര് എന്തെങ്കിലും ഏജൻസികൾ സീക്രട്ട് കാര്യങ്ങള് മെസ്സേജുകൾ അവിടുന്ന് ചോർത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നാം വരുന്നവരുടെ പുറകെ അവിടുന്ന് ഒരു ടീം വരും. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയാണ് ഇന്റലിജൻസിന്റെ വർക്ക് എന്ന് പറയുന്നത്.